കൊടുംവെയിലിൽ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി 37 പേർക്ക് സൂര്യാതപമേറ്റു. 6 ജില്ലകളിൽ ശരാശരി താപനിലയേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതലാണ്. വ്യാഴാഴ്ച വരെ ഉയർന്ന താപനില തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തുടർച്ചയായ രണ്ടാം ദിവസവും പാലക്കാട് 41 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തി. ഉമേഷ് വിവരങ്ങളുമായി ചേരുന്നു. ഉമേഷ്, മണിക്കൂറുകൾ കഴിയും തോറും സൂര്യാതപമേറ്റവരുടെ എണ്ണം കൂടി വരുന്നതായാണ് നമുക്ക് മനസ്സിലാകുന്നത്. വലിയ രീതിയിൽ ചൂട് സംസ്ഥാനത്തെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ 36 പേർക്കാണ് സൂര്യാതപം ഏറ്റിരുന്നെങ്കിൽ ഇന്ന് കൂടുതൽ പേർക്ക് സൂര്യാതപം ഏറ്റിരിക്കുന്നു. കനത്ത ചൂടിനെ തുടർന്ന് ശാരീരിക അസ്വസ്ഥങ്ങളും ഉണ്ടായിരിക്കുന്നു. 37 പേർക്ക് സൂര്യാഘാതം ഏറ്റു എന്നാണ് ആരോഗ്യവകുപ്പ് ഏറ്റവും അവസാനം പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. അതിൽ 35 പേർക്ക് ചൂട് കൊണ്ട് പൊള്ളലേൽക്കുകയും 2 പേർക്ക് സൂര്യാഘാതം ഉണ്ടാവുകയും ചെയ്തു എന്ന് ഔദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടിരിക്കുന്നു. ആലപ്പുഴയിൽ 7 പേർക്കും എറണാകുളത്ത് 9 പേർക്കും തൃശൂർ ഒരാൾക്കും പത്തനംതിട്ട ഒരാൾക്ക്, കണ്ണൂർ 2, മലപ്പുറം 2, കോട്ടയം 4, കൊല്ലം 2, പാലക്കാട് 4, കാസർഗോഡ് 1, കോഴിക്കോട് 4. ഇതാണ് സൂര്യാഘാതം ഏറ്റവരുടെ കണക്ക്. അതേസമയം കനത്ത ചൂടിനെ തുടർന്ന് ശരീരത്തിൽ അസ്വസ്ഥതകളുണ്ടായ 23 പേർ ഇന്ന് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇതോടുകൂടിയാണ് 60 പേർക്ക്, ഈ 2 കണക്കുകൾ കൂടി ചേർക്കുകയാണെങ്കിൽ കേരളത്തിലാകെ ഇന്ന് 60 പേർക്ക് കനത്ത ചൂടിനെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ഇത് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ കണക്ക് മാത്രമാണ്. ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്നവരുടെ കണക്കുകൾ കൂടി എടുത്താൽ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു കണക്കായിരിക്കും. പക്ഷേ ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ കേരളത്തിൽ ചൂടിനെ തുടർന്നുണ്ടായ രോഗങ്ങളും അതിനെ തുടർന്നുണ്ടായ മനുഷ്യനെ നിൽക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും ഒരുപക്ഷെ രേഖപ്പെടുത്തുക. എന്തായാലും ആരോഗ്യവകുപ്പ്, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇന്നലെ നൽകിയ മുന്നറിയിപ്പ് അത് കൃത്യമായിരിക്കുന്നു. ഇന്ന് ഏറ്റവും നിർണായക ദിവസമാണ്. ഇന്ന് കൂടുതൽ പേർക്ക് സൂര്യാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ കണക്കിൽ തന്നെ വ്യക്തമാണ്. നാളെ 1 ഡിഗ്രി, ഇന്നത്തെ ചൂടിനേക്കാൾ, ശരാശരി ചൂടിനേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്നലെയും ഇന്നും സാധാരണ അനുഭവപ്പെടാറുള്ള കനത്ത ചൂടിനേക്കാൾ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുമെന്നായിരുന്നു മുന്നറിയിപ്പ്. നാളെയും മറ്റന്നാളും, അതായത് 28 വരെ സാധാരണ അനുഭവപ്പെടാറുള്ള ചൂടിനേക്കാൾ 3 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും കേരളത്തിൽ അനുഭവപ്പെടുക. എന്തായാലും 37 പേർക്ക് ഇന്ന് സൂര്യാതപം ഏറ്റു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങൾ ഇതിൽ കൂടുതൽ ഉണ്ടാകാം എന്നും ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നു. കനത്ത ചൂടിൽ വെന്തുരുകുന്ന സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഭേദിച്ചു. 85 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചത്. വൈദ്യുതി പ്രതിസന്ധിയുണ്ടെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നാണ് KSEB പറയുന്നത്. മാർച്ച് 19-നാണ് സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം റെക്കോർഡിൽ തൊട്ടത്. 85.3 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു ദിവസം ഉപയോഗിച്ചത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം 82 ദശലക്ഷം യൂണിറ്റിലധികം വൈദ്യുതി പ്രതിദിനം സംസ്ഥാനത്ത് വേണ്ടി വന്നു. കഴിഞ്ഞ വർഷം വേനൽ ചൂട് ഏറ്റവും രൂക്ഷമായ ഏപ്രിലിൽ 80 ദശലക്ഷം യൂണിറ്റായിരുന്നു പ്രതിദിനം ഉപയോഗിച്ചത്. വേനൽ ശക്തമാകുന്നതോടെ വൈദ്യുതി ഉപയോഗം ഇനിയും ഉയരുമെന്നാണ് KSEBയുടെ കണക്കുകൂട്ടൽ. ഡാമുകളിലെ ജലനിരപ്പും താഴ്ന്നു തുടങ്ങി. സംഭരണശേഷിയുടെ 50% വെള്ളമാണ് ഇപ്പോൾ ഡാമുകളിൽ അവശേഷിക്കുന്നത്. ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുക മാത്രമാണ് പോംവഴി. KSEBയ്ക്ക് ഇത് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താതിരിക്കാനാണ് ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നാളെ. വയനാടിന് പുറമെ കർണാടകത്തിലെ ഒരു മണ്ഡലവും പരിഗണനയിലുണ്ടെന്ന് മുതിർന്ന നേതാക്കൾ പറഞ്ഞു. രണ്ടാമതൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കണോ എന്ന കാര്യത്തിൽ രാഹുൽ ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല. ഇന്നിറങ്ങിയ കോൺഗ്രസിന്റെ 12ാം പട്ടികയിലും വയനാടും വടകരയും ഉൾപ്പെട്ടില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 2ാം മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ 4 ദിവസമായി തുടരുന്ന അനിശ്ചിതത്വത്തിനാണ് നാളെ വിരാമമാവുക. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്നും അങ്ങനെയെങ്കിൽ കേരളമാണോ കർണാടകമാണോ തെരഞ്ഞെടുക്കേണ്ടതെന്നുമാണ് രാഹുൽ വ്യക്തമാക്കുക. ജയസാധ്യത കൂടുതലുള്ള വയനാടിനാണ് പ്രഥമ പരിഗണന. കർണാടകയിൽ ധാർവാഡാണ് പരിഗണനയിലുള്ള മണ്ഡലം. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടലില്ലാത്ത മണ്ഡലമാണ് വയനാട് എന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്ന പോരായ്മ. മുഖ്യശത്രു ഇടതുപക്ഷമാണെന്ന പ്രചാരണം ദേശീയതലത്തിൽ ഗുണം ചെയ്യില്ലെന്നാണ് ഇവരുടെ വിലയിരുത്തൽ. കർണാടകയിലെ ധാർവാഡാകട്ടെ BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. നാളെ തിരഞ്ഞെടുപ്പ് സമിതിയിലോ അല്ലെങ്കിൽ സ്വന്തം നിലയിലോ രാഹുൽ തീരുമാനമെടുക്കും. മറ്റേത് മണ്ഡലത്തിൽ മത്സരിച്ചാലും അമേത്തിയായിരിക്കും രാഹുലിന്റെ കർമ്മഭൂമിയെന്ന് പാർട്ടി വക്താവ് രൺദീപ് സുർജേവാല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് പ്രചാരണത്തെ ബാധിക്കുന്നതായി
കോഴിക്കോട്, വയനാട്, മലപ്പുറം DCCകൾ AICC അറിയിച്ചു. എന്നാൽ കാത്തിരിക്കാനാണ് AICC നിർദ്ദേശം. ഇതോടെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കേരള നേതാക്കൾ. വടകരയിൽ കെ മുരളീധരന്റെ പ്രഖ്യാപനത്തിന് സാങ്കേതിക നടപടി മാത്രമേ ബാക്കിയുള്ളൂവെന്നാണ് വിശദീകരണം. M. ഉണ്ണികൃഷ്ണൻ, News 18, ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ചുറ്റിത്തിരിയുകയാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ. പ്രഖ്യാപനം വൈകുന്നതോടെ രാഹുലിന്റെ പേരിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ കുറയുകയാണ്. മുഖ്യശത്രു ആരെന്ന ചോദ്യം ഉന്നയിച്ച് ആശങ്ക മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇടതു പാർട്ടികൾ. പൊടുന്നനെയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ രാഹുൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങിയത്. വെള്ളിയാഴ്ച ഉച്ച മുതൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നും മത്സരിക്കുമോ എന്നതാണ് പ്രധാന ചർച്ച. വാർത്ത പുറത്തുവിട്ട സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോഴില്ല. പ്രഖ്യാപനം നീണ്ടുപോകുന്നത് തന്നെ കാരണം. നാളെ എങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം കേരളത്തിൽ മത്സരിക്കണമെന്ന കേരളത്തിലെ കോൺഗ്രസുകാരുടെ കൂട്ടായ അഭിപ്രായം അത് നിങ്ങളുടെ മുമ്പാകെ ഞാൻ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയുടെ വരവ് ഏറ്റുപിടിക്കാതെ മാറി നിൽക്കാൻ ഇടതു പാർട്ടികൾക്കുമാകുന്നില്ല. ആ വരവ് കേരളത്തിൽ ചലനമുണ്ടാക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പല മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ഇടതു നേതൃത്വത്തിൽ ശക്തമാണ്. BJP വിരുദ്ധ ദേശീയ ബദലിനെ ദുർബലമാക്കുന്നതാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും നീക്കമെന്ന വാദമുന്നയിച്ചാണ് ഇടതു പാർട്ടികൾ രാഹുലിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. BJP മത്സരരംഗത്തില്ലാത്തൊരു സ്ഥലത്ത് വന്ന്, ഒരു സീറ്റും കിട്ടാത്തൊരു സ്ഥലത്ത് വന്ന് മത്സരിക്കുന്നത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ വർഗീയ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖത്തിൽ മാറ്റം വരികയാണ്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായതോടെ കോലീബി സഖ്യമെന്ന ഇടതുമുന്നണിയുടെ വലിയ ആരോപണത്തിന് മുന തിരിച്ചുവെക്കാനായെന്നത് കോൺഗ്രസിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി ആവശ്യം നിരസിച്ചാൽ എന്ത് വിശദീകരണം നൽകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ നേതാക്കളെ പ്രതിസന്ധിയിലാക്കുന്നത്. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, News 18. രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP. സീറ്റ് വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അറിയിച്ചു. തൃശൂരിൽ മത്സരിക്കുമെന്ന സൂചനയും തുഷാർ നൽകി. രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചാൽ സീറ്റ് BJPക്ക് വിട്ടുകൊടുക്കാനാണ് ധാരണ. അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിർദ്ദേശമുണ്ടെങ്കിലും വ്യക്തിപരമായി തൃശൂരിൽ മത്സരിക്കാനാണ് താല്പര്യമെന്ന് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു. മത്സരിക്കുമെന്നുള്ള കാര്യം തർക്കമൊന്നും വേണ്ട. അല്ല, തൃശ്ശൂർ മത്സരിക്കാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയും വ്യക്തമാക്കി. NDA ഏകകണ്ഠമായി അക്കാര്യത്തിൽ അഭിപ്രായമുണ്ട്. BDJS സ്ഥാനാർത്ഥികളായി ആലത്തൂരിൽ TB ബാബുവിനെയും ഇടുക്കിയിൽ ബിജു കൃഷ്ണനെയും മാവേലിക്കരയിൽ തഴവ സഹദേവനെയും പ്രഖ്യാപിച്ചു. തുഷാർ മത്സരിച്ചാലും തൃശൂരിൽ BDJS തോൽക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിക്ക് പോലും വേണ്ടാത്ത സുധീറിന്റെ വിമർശനങ്ങളെ അവഗണിക്കുകയാണെന്നും തുഷാർ പറഞ്ഞു. കേരളത്തിന്റെ എക്കോണമി ഉൾപ്പെടെ നശിപ്പിച്ചു. സ്വന്തം പാർട്ടിയെ പ്രതിപക്ഷത്ത് കൊണ്ടിരുത്തിയ ആളാണ്. News 18 കൊച്ചി. തിരുവല്ലയിൽ NDA യോഗം നടക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ വാർത്താസമ്മേളനം വിളിച്ച് തുഷാർ വെള്ളാപ്പള്ളി. 11 മണിക്ക് നിശ്ചയിച്ചിരുന്ന NDA യോഗം തുഷാറിനായി കാത്തിരുന്ന ശേഷം 11:45 തുടങ്ങിയത്. ചങ്ങനാശ്ശേരിയിലെ വാർത്താസമ്മേളനവും കഴിഞ്ഞ് തുഷാർ എത്തുമ്പോൾ നേതാക്കൾ യോഗം കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിലേക്ക് കടന്നിരുന്നു. ഇതിനോടകം തന്നെ പരസ്യമായ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് 11 മണിക്ക് ചങ്ങനാശ്ശേരിയിൽ തുഷാർ വെള്ളാപ്പള്ളി വാർത്താസമ്മേളനം വിളിച്ചത്. വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയാൽ സ്വീകരിക്കേണ്ട തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പ് ചർച്ച ചെയ്യാൻ തിരുവല്ലയിൽ NDA യോഗം വിളിച്ചതും അതേ സമയത്തു തന്നെ. തുഷാറിന്റെ വാർത്താസമ്മേളനം കഴിയാൻ NDA യോഗം വൈകിപ്പിച്ചു. പ്രത്യേകിച്ച് കാരണമൊന്നും വ്യക്തമാക്കിയില്ലെങ്കിലും തുഷാറിന്റെ വാർത്താസമ്മേളനവും വൈകി. തിരക്ക് കാരണം തുഷാർ യോഗത്തിന് എത്തിയില്ലെന്ന് യോഗത്തിലും പിന്നീട് വാർത്താസമ്മേളനത്തിലും BJP നേതാക്കൾ അറിയിച്ചു. അദ്ദേഹം ചേർത്തലയിൽ പത്രസമ്മേളനം കഴിഞ്ഞ് ഇവിടെ എത്താൻ വൈകും എന്നറിയിച്ചു. എന്നാൽ വാർത്താസമ്മേളനത്തിന് ശേഷം തുഷാർ തിരുവല്ലയിലെ NDA യോഗവേദിയിലെത്തി. അപ്പോഴേക്കും യോഗം അവസാനിപ്പിച്ച് നേതാക്കൾ ഉച്ചഭക്ഷണത്തിലേക്ക് കടന്നിരുന്നു. തുഷാർ എത്തുന്ന വിവരം യോഗത്തിനിടെ BDJS നേതാക്കൾ അറിയിച്ചെങ്കിലും കാത്തിരിക്കാൻ BJP നേതാക്കൾ തയ്യാറായില്ലെന്നാണ് വിവരം. എന്തായാലും ആദ്യം മുഖം തിരിച്ചു നിന്നെങ്കിലും പിന്നീട് ശ്രീധരൻപിള്ളയും തുഷാറും സംസാരിച്ച് പിരിഞ്ഞു. വിവിധയിടങ്ങളിലായി NDA പൊതുയോഗങ്ങളുള്ളതുകൊണ്ട് വേഗത്തിൽ യോഗം ചേർന്ന് അവസാനിപ്പിച്ചുവെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. News 18 ആലപ്പുഴ. സമദൂര നിലപാടിൽ നിന്നും NSS പിന്മാറിയതായി അറിയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. NSSന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാനില്ല. മുല്ലപ്പള്ളിക്ക് RSSന്റെ നാവാണുള്ളത്. രാഹുൽ ഗാന്ധി തങ്ങളുടെ നേതാവല്ലെന്നും അതിനാൽ രാഹുലിനെ വിമർശിക്കുമെന്നും കോടിയേരി പറഞ്ഞു. NSS ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാട് സമദൂരം തന്നെയാണ്. പല സന്ദർഭങ്ങളിലും സമദൂരം പ്രഖ്യാപിക്കുകയും അവർക്ക് ചില പ്രത്യേക സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചരിത്രമുണ്ട്.
അത് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ അവർ പരസ്യമായി എടുത്ത നിലപാട് സമദൂരമാണ്. ആ നിലയിൽ അത് വിശ്വസിക്കുക മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. രാഹുൽ ഗാന്ധി ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവല്ല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ നേതാവാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കേണ്ട സന്ദർഭങ്ങളിൽ ശക്തമായിട്ട് വിമർശിക്കും. യാതൊരു വിധമായും രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ കൊടുക്കാൻ CPM ഉദ്ദേശിക്കുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിച്ചേക്കില്ല. മോദി രണ്ടാം സീറ്റായി മത്സരിക്കുമെന്ന് സൂചനയുണ്ടായിരുന്ന ബംഗളൂരു സൌത്തിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയം അവസാനിച്ചു. രണ്ടാം ഘട്ടത്തിലെ 3 സീറ്റുകളിൽ കൂടി BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട്. 1991 മുതൽ BJP മാത്രം ജയിപ്പിച്ചു പോരുന്ന ബംഗളൂരു സൌത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച അനന്ത്കുമാറിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ബംഗളൂരു സൌത്ത്. അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനി ഇവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി തന്നെ എത്തുമെന്ന സൂചന വന്നത്. എന്നാൽ ഇന്നലെ രാത്രി വൈകി BJP കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യുവനേതാവ് തേജസ്വി സൂര്യയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. 2 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ ബംഗളൂരു സൌത്ത് ഉൾപ്പെടെ 14 മണ്ഡലങ്ങളിൽ ഏപ്രിൽ 18-നാണ് വോട്ടെടുപ്പ്. ഏപ്രിൽ 23-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 14 മണ്ഡലങ്ങളിൽ 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് BJP പ്രഖ്യാപിക്കാനുള്ളത്. റായ്ചൂർ, കൊപ്പൾ, ചിക്കോടി. റായ്ചൂർ സംവരണ മണ്ഡലമാണ്. ചിക്കോടി കോൺഗ്രസിന്റെയും കൊപ്പൾ BJPയുടെയും സിറ്റിംഗ് സീറ്റുകളും. BJPയുടെ സിറ്റിംഗ് സീറ്റായ കൊപ്പളിലേക്ക് മോദി മത്സരിക്കാനെത്തിയാൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം. സിദ്ധരാമയ്യയുടെ സമുദായമായ കുർബ സമുദായം ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊപ്പൾ. കൊപ്പളിൽ സിദ്ധരാമയ്യയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് ഘടകം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. LK അദ്വാനിക്ക് പിന്നാലെ മുരളി മനോഹർ ജോഷിക്കും സീറ്റ് നിഷേധിച്ച് BJP. ജോഷിയുടെ മണ്ഡലമായ കാൺപൂരിൽ സത്യദേവ് പചൌരിയാണ് സ്ഥാനാർത്ഥി. വരുൺ ഗാന്ധിക്കും മേനക ഗാന്ധിക്കും സീറ്റുകൾ വെച്ചുമാറി. വരുൺ ഗാന്ധി പിലിഭിത്തിൽ നിന്നും മേനക ഗാന്ധി സുൽത്താൻപൂരിൽ നിന്നും മത്സരിക്കും. SP വിട്ട് ഇന്ന് BJPയിൽ ചേർന്ന ജയപ്രദയ്ക്ക് രാംപൂരിൽ സീറ്റ് നൽകി. പഴയ തലമുറയെ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ വിമർശനം നേരിടുന്നതിനിടെയാണ് പുതിയ പട്ടിക BJP പുറത്തിറക്കിയത്. അതിനിടെ പട്ന സാഹിബിൽ നിന്നുള്ള BJP സിറ്റിംഗ് MP ശത്രുഘ്ൻ സിൻഹ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ നാളത്തെ അയോധ്യ സന്ദർശനം മാറ്റി. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി. പ്രിയങ്ക വെള്ളിയാഴ്ച അയോധ്യ സന്ദർശിക്കും. നാളെ അമേഠിയിലും മറ്റന്നാൾ റായ്ബറേലിയിലും പ്രിയങ്ക സന്ദർശനം നടത്തും. ദരിദ്രർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതി സ്ത്രീ കേന്ദ്രീകൃതമായിരിക്കുമെന്ന് കോൺഗ്രസ്. പണം കുടുംബനാഥയുടെ അക്കൌണ്ടിലായിരിക്കും നൽകുക. പദ്ധതി സർക്കാരിന് പ്രതിവർഷം 3.5 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയുണ്ടാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കോൺഗ്രസ് പ്രഖ്യാപിച്ച ന്യായ് പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നതിനിടെയാണ് വിശദീകരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. ദരിദ്രർക്ക് താൽക്കാലിക സഹായം നൽകുന്ന പദ്ധതിയല്ല ന്യായ്. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന 20% കുടുംബങ്ങൾക്ക് എല്ലാ വർഷവും 72,000 രൂപ ഉറപ്പാക്കും. ന്യായ് പദ്ധതി കൊണ്ടുവരുന്നതുകൊണ്ട് മറ്റൊരു കേന്ദ്ര പദ്ധതിയും റദ്ദാക്കില്ല. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കില്ല. പണം കുടുംബനാഥയുടെ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുക. मैं फिर दोहराता हूं, ये टॉपअप स्कीम नहीं है. हर परिवार को 72,000 रुपया मिलेगा. 5 करोड़ परिवार, 25 करोड़ लोग. तीसरा, ये स्कीम विमेन सेंट्रिक है. ये 72,000 रुपया घर की गृहिणी के खाते में कांग्रेस पार्टी जमा करवाएगी. നിലവിലെ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കാതെ പദ്ധതി നടപ്പാക്കാൻ കഴിയില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിശദീകരണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയേക്കാൾ 6 മടങ്ങ് വിഹിതം പദ്ധതിക്ക് വേണം. പ്രതിവർഷം 3.6 ലക്ഷം കോടി രൂപ പദ്ധതിക്ക് ചെലവ് വരുമെന്നാണ് വിലയിരുത്തൽ. വോട്ടർമാരെ പറ്റിക്കാൻ ദാരിദ്ര്യം പ്രചാരണ വിഷയമാക്കുന്ന കോൺഗ്രസിന്റെ പതിവ് രീതി മാത്രമാണ് ഇതെന്നാണ് BJPയുടെ വിമർശനം. ന്യൂസ് 18 ഡൽഹി. നോട്ട് നിരോധിച്ചതിന് പിന്നാലെ അഹമ്മദാബാദിലെ BJP ഓഫീസിൽ കമ്മീഷൻ വാങ്ങി അസാധു നോട്ടുകൾ മാറ്റിക്കൊടുത്തതായി പ്രതിപക്ഷ ആരോപണം. പണത്തിനായി ജനങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ BJP ഓഫീസിൽ 50 കോടി രൂപ സൂക്ഷിച്ചതിന്റെ ഒളി ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവരെ പറ്റി പ്രതിപക്ഷ പാർട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗുജറാത്തിലെ BJP നേതാക്കൾ കമ്മീഷൻ വാങ്ങി പുതിയ നോട്ടുകൾ മാറ്റി നൽകിയെന്നാണ് വീഡിയോ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. പുതിയ നോട്ടുകൾക്കായി ജനങ്ങൾ നെട്ടോട്ടമോടുന്ന കാലത്ത് ഒരു സ്വകാര്യ ഓൺലൈൻ വെബ്സൈറ്റ് നടത്തിയ ഒളിക്യാമറ ഓപ്പറേഷന്റേതാണ് വീഡിയോ. ഓപ്പറേഷൻ നടന്നത് 2017 ജനുവരിയിൽ.
100 കോടി രൂപയുടെ പഴയ നോട്ടുകൾ മാറാനെന്ന പേരിൽ ഒരാൾ ഒരു BJP നേതാവിനെ സമീപിക്കുന്നു. തുടർന്ന് മറ്റൊരാൾക്കൊപ്പം അഹമ്മദാബാദിലെ പാർട്ടി ഓഫീസിലേക്ക് 40% കമ്മീഷൻ തന്നാൽ പുതിയ നോട്ടുകൾ എത്ര വേണമെങ്കിലും തരും. ഓഫീസിനുള്ളിൽ അടുക്കി വച്ചിരിക്കുന്ന പുതിയ നോട്ടുകളും ദൃശ്യങ്ങളിൽ കാണാം. 50 കോടി രൂപയുണ്ടെന്ന് നേതാവ് വെളിപ്പെടുത്തുന്നതായും വീഡിയോയിലുണ്ട്. ജനം നോട്ടുകൾക്കായി തെരുവിലലയുമ്പോൾ ഈ പണം BJPക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യം. गरीब आदमी को लूटा, कुछ चौकीदारों ने देश से गद्दारी की और आम आदमी की जेब से पैसा छीन लिया. നോട്ട് നിരോധനം ആർക്കു വേണ്ടിയാണ് നടപ്പാക്കിയതെന്ന് തെളിഞ്ഞെന്നും സംഭവത്തെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ആരോപണങ്ങൾ BJP നിഷേധിച്ചു. Congress party is on a methodical way going with fake documents, fake allegations, fake abuses. It's a sign of desperation. News 18, Delhi. പുൽവാമയ്ക്ക് പിന്നാലെ ഭീകരർ രാജ്യത്ത് നിരവധി ആക്രമണങ്ങൾക്ക് പദ്ധതിയിട്ടിരുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളതായി പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ. പ്രതിപക്ഷം വിമർശിച്ചെങ്കിലും മോദിയുടെ വിദേശയാത്രയുടെ ഫലമാണ് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചതും പാകിസ്ഥാൻ ഒറ്റപ്പെട്ടതും. രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടി മൻമോഹൻ സിംഗ് സർക്കാർ എന്ത് ചെയ്തുവെന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്നും നിർമ്മല സീതാരാമൻ ആവശ്യപ്പെട്ടു. തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അജ്ഞാത ഡ്രോണുകൾ പറന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടി പോലീസ്. ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ പ്രത്യേക അന്വേഷണവും പോലീസ് ആരംഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് സ്വദേശിയെ പോലീസ് ചോദ്യം ചെയ്തു. അതീവ ഗൌരവമായാണ് സംഭവത്തെ കാണുന്നതെന്ന് പ്രതിരോധ വക്താവ് ധന്യ സനൽ പറഞ്ഞു. 21 രാത്രി VSSക്കും തുമ്പ തീരദേശത്തിനും സമീപത്തെ അതീവ സുരക്ഷാ മേഖലയിലൂടെയാണ് ആദ്യം അജ്ഞാത ഡ്രോൺ പറന്നത്. ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി പോലീസ് ആസ്ഥാനത്തുൾപ്പെടെ 3 ഇടങ്ങളിൽ ഡ്രോൺ പറന്നത്. തീരദേശ സർവേക്കായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഏജൻസി പറത്തിയ ഡ്രോൺ നിയന്ത്രണം വിടുകയായിരുന്നെന്നാണ് വിശദീകരണം. കമ്പനിയുടെ പഞ്ചാബി സ്വദേശിയായ ഉദ്യോഗസ്ഥനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. സ്പെഷ്യൽ ടീം in cooperation with the central agencies like Air Force and അവരോട് നമ്മുടെ അസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. വ്യോമസേന, ISRO എന്നിവിടങ്ങളിലെ സാങ്കേതിക വിദഗ്ധരുടെ സേവനവും പോലീസ് തേടിയിട്ടുണ്ട്. സംഭവത്തെ അതിഗൗരവമായാണ് സേനാ വിഭാഗങ്ങളും കാണുന്നത്. ഇന്റലിജൻസും അതുപോലെ തന്നെ സദേൺ എയർ കമാൻഡിൽ നിന്നുള്ള ഇന്റലിജൻസ് വിഭാഗവും ഇതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അന്വേഷണ ചുമതല ADGP മനോജ് എബ്രഹാമിന് നൽകി. ജില്ലയിൽ ഡ്രോണുകൾ കൈവശമുള്ളവർ പ്രദേശത്തുമെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ 13-കാരിയെ മുംബൈയിൽ കണ്ടെത്തി. പ്രതി മുഹമ്മദ് റോഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇരുവരെയും നാളെ ഓച്ചിറയിൽ എത്തിക്കും. മുംബൈയിലെ പനവേലിൽ നിന്നാണ് രാജസ്ഥാൻ സ്വദേശിയായ നാടോടി പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോയ ശേഷം റോഷന്റെ കസ്റ്റഡിയിലായിരുന്നു പെൺകുട്ടി. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലെത്തിയ ശേഷം പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ മുംബൈയിലേക്ക് പോയെന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേക ഷാഡോ പോലീസാണ് ഇരുവരെയും കണ്ടെത്തിയത്. പനവേൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ മുൻപിലായിട്ടൊരു കടയുണ്ട്. അതിന്റെ അവിടെ ചാല് പോലത്തെ റൂമിൽ താമസിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോക്സോ അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പോലീസ് പരിഗണിക്കും. മകളെ കണ്ടെത്തിയെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസിന്റെ അന്വേഷണം. ബംഗളൂരുവിലുള്ള 2 സംഘങ്ങളും ഉടൻ മടങ്ങും. 18 രാത്രി 10:30-ക്കാണ് 4-അംഗ സംഘം ഓച്ചിറയിലെ വീട്ടിൽ കയറി മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. തട്ടിക്കൊണ്ടുപോകാനും ആക്രമണത്തിനും റോഷനൊപ്പം ഉണ്ടായിരുന്ന 3 പേർ ഇപ്പോൾ റിമാൻഡിലാണ്. തട്ടിക്കൊണ്ടുപോകലിനിരയായ പെൺകുട്ടിയെയും പ്രതി മുഹമ്മദ് റോഷനെയും നാളെ റോഡ് മാർഗം ഓച്ചിറയിലെത്തിക്കും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും പ്രതിയുടെ അറസ്റ്റ് ഓച്ചിറ പോലീസ് രേഖപ്പെടുത്തുക. കൊല്ലത്തു നിന്നും ശ്യാം ദേവരാജ്, ന്യൂസ് 18. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ. നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കോൺഗ്രസ് നേതാവ് N. പീതാംബരക്കുറുപ്പിന് മന്ത്രി M. M. മണിയുടെ മറുപടി. പ്രളയത്തിന് കാരണക്കാരൻ ബ്ലാക്ക് മണിയാണെന്നായിരുന്നു പീതാംബരക്കുറുപ്പിന്റെ പരിഹാസം. ഇതിന് മന്ത്രി നൽകിയ മറുപടി വൈറലായി കഴിഞ്ഞു. പ്രളയത്തിന് കാരണക്കാർ സർക്കാരാണെന്ന് പറയുന്നതിനിടെയായിരുന്നു മന്ത്രി മണിക്കെതിരായ അധിക്ഷേപകരമായ പരാമർശം. തന്റെ നിറത്തെ അധിക്ഷേപിച്ചതിന് മന്ത്രി ഫേസ്ബുക്കിലൂടെ നൽകിയ മറുപടി ഇങ്ങനെ: സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് മന്ത്രിയുടെ മറുപടി പോസ്റ്റ് വഴിവെച്ചിരിക്കുന്നത്.
ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു പീതാംബരക്കുറുപ്പിന്റെ വിവാദ പ്രസംഗം. പക്ഷേ വൈദ്യുതിയുടെ ചാർജുള്ള മന്ത്രിയുണ്ടല്ലോ, മിനിസ്റ്റർ, ഓണറബിൾ മിനിസ്റ്റർ മിസ്റ്റർ ബ്ലാക്ക് മണി, വൈദ്യുതിയുടെ ചാർജുള്ള ദി ഗ്രേറ്റ് ബ്ലാക്ക് മണി, അദ്ദേഹം പറഞ്ഞു, ഐ ആം ദി മിനിസ്റ്റർ issuing this order doubtlessly and do it. ഞാൻ പറഞ്ഞത് താനങ്ങ് ചെയ്താൽ മതി, വേറെ സംസാരിക്കണ്ട. പീതാംബരക്കുറുപ്പിനെതിരെ DYFI അടക്കമുള്ള ഇടത് സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. സോഷ്യൽ മീഡിയയിലടക്കം പീതാംബരക്കുറുപ്പിന്റെ വാക്കുകൾ വിമർശന വിധേയമായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടെന്ന് പൊന്നാനിയിലെ SDPI സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ. പിന്മാറാൻ ആവശ്യപ്പെട്ടാണ് ലീഗ് നേതാക്കൾ കണ്ടതെന്നും സ്ഥാനാർത്ഥി KC നസീർ പറഞ്ഞു. കൂടിക്കാഴ്ചയും സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തലും LDF പൊന്നാനിയിൽ ആയുധമാക്കുമ്പോൾ ആരോപണങ്ങൾ അവഗണിക്കുകയാണ് ലീഗ് നേതൃത്വം. പൊന്നാനിയിലെ SDPI സ്ഥാനാർത്ഥി KC നസീറിന്റെ ആരോപണങ്ങൾ ഇങ്ങനെ. ആ ചർച്ചയിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയെ SDPI പിൻവലിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് പിന്തുണ നൽകണമെന്നാണ്. 2009 ET മുഹമ്മദ് ബഷീർ ജയിച്ചതിൽ SDPIക്ക് പങ്കുണ്ടെന്നും നസീർ അവകാശപ്പെടുന്നു. ലീഗില്ലാത്ത പാർലമെന്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി CPM രംഗത്ത് വന്നപ്പോൾ ലീഗ് ഒരു സഹായം ചോദിക്കാതെ അന്ന് അങ്ങോട്ട് സഹായം കൊടുത്തിട്ടുണ്ട്. SDPI അന്ന് SDPI ഇല്ല, SDPI രൂപീകരിച്ചില്ല. അന്ന് ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോപ്പുലർ ഫണ്ട് ലീഗ് സഹായം ഒന്നും ചോദിക്കാതെ തന്നെ അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ടല്ലോ. SDPIയുടെ ആരോപണം പൊന്നാനിയിൽ ലീഗിനെതിരെ മുഖ്യ പ്രചാരണ വിഷയമാക്കുകയാണ് CPM. ലക്ഷ്യം UDFിൽ നിന്നുള്ള വോട്ടുകൾ തന്നെ. ഒരു സെക്കുലർ വിശ്വാസിയായ കോൺഗ്രസ് പ്രവർത്തകന്, കോൺഗ്രസ് അനുഭാവിക്ക് ലീഗിന് വോട്ട് ചെയ്യാൻ കഴിയുമോ? മത തീവ്രവാദത്തിൻ്റെ വിശ്വരൂപമാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ലീഗ് നേതൃത്വം പ്രതികരിച്ചത് ഇങ്ങനെ. അതൊരു അടഞ്ഞ ചാപ്റ്ററാണ്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. വി ഡോണ്ട് വാണ്ട് ടു റീഓപ്പൺ. തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെങ്കിലും വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ്. UDF വോട്ടുകൾ ഭിന്നിപ്പിച്ച് പൊന്നാനിയിൽ അട്ടിമറി നടത്താൻ LDF ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തുകയാണ് UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. ന്യൂസ് 18 മലപ്പുറം. MLAമാർ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. എറണാകുളം തിരുവാങ്കുളം സ്വദേശി M അശോകനാണ് കോടതിയെ സമീപിച്ചത്. MLAമാർ ജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പിന് വീണ്ടും വലിയ തുക ചെലവാക്കേണ്ടി വരുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജി. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമ്പോഴുള്ള ചെലവ് രാജിവെക്കുന്ന MLAമാർ വഹിക്കണമെന്ന് ഉത്തരവിടണമെന്നും ഹർജിക്കാരൻ ആവശ്യപ്പെട്ടു. യാക്കോബായ ഓർത്തഡോക്സ് തർക്കം തുടരുന്ന പെരുമ്പാവൂർ ബഥേൽ സുലോക പള്ളി RDO ഏറ്റെടുത്തു. കോടതി വിധി വരുന്നതുവരെ ഓർത്തഡോക്സ് വിഭാഗത്തിന് രാവിലെ 6 മുതൽ 9 വരെയും യാക്കോബായ വിഭാഗത്തിന് 9 മുതൽ 12 വരെയും ദിവസവും പ്രാർത്ഥിക്കാം. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പള്ളി ഏറ്റെടുത്തത്. ഇതോടെ ഇരുവിഭാഗവും ഉപവാസ സമരം അവസാനിപ്പിച്ചു.